നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് വിവാദ പ്രസ്താവനയുമായി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ന്യൂനപക്ഷ വർഗീയത നിറഞ്ഞാടിയെന്ന് രാഗേഷ് പറഞ്ഞു. മതവും പള്ളിയും നോക്കിയേ വോട്ട് ചെയ്യാവൂ എന്ന് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പ്രചരിപ്പിച്ചതായി കെ രാഗേഷ് പറഞ്ഞു. ഇടതുപക്ഷം ചെറിയ വോട്ടിന് ജയിക്കുന്നിടത്ത് BJP കോൺഗ്രസിന് വോട്ട് മറിച്ചെന്നും രാഗേഷ് പറഞ്ഞു. കല്യാശ്ശേരിയിൽ നടന്ന EK നായനാർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കെ രാഗേഷ്. ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയ ജനോപകാര പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്താതിരിക്കാനും ഇടതുപക്ഷത്തിന് തിരിച്ചടിയുണ്ടാക്കാനും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കാരണമായെന്ന് രാഗേഷ് പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ പേരാവൂർ, പയ്യന്നൂർ എന്നീ മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ BJP വോട്ടുകൾ വ്യാപകമായി UDFന് ലഭിച്ചു. ഇതിന് പ്രത്യുപകാരമായി നിയമമണ്ഡലത്തിൽ കോൺഗ്രസ് വോട്ടുകൾ BJPക്ക് മറിച്ചു കൊടുത്തതായും കെ രാഗേഷ് ആരോപിച്ചു. ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആ ചോദ്യം. ഇപ്പൊ ന്യൂനപക്ഷ വർഗീയത തിമർത്താടിയ തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. മതം നോക്കി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ചേർന്ന് മതം നോക്കിയേ വോട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, പള്ളി നോക്കിയേ വോട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്ന് പ്രചരിപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. BJPക്ക് RSSന് സംഘപരിവാറിനെ ഏറ്റവും നന്നായിട്ട് അറിയാം. ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തിയാൽ, ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ ഈ കേരളത്തിൽ BJPക്ക് ശക്തിപ്പെടാൻ വേണ്ടി കഴിയുമെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ സ്ട്രാറ്റജിക് വോട്ടിംഗും നടന്നു. എന്താ സ്ട്രാറ്റജിക് വോട്ടിംഗ്? ഇടതുപക്ഷം ചെറിയ വോട്ടിന് ശക്തമായി നിൽക്കുന്നിടങ്ങളിൽ പരാജയപ്പെടുത്താൻ വേണ്ടി കഴിയുമെങ്കിൽ വോട്ട് മാറ്റി ചെയ്യുക. കോൺഗ്രസ് UDF ഏതെങ്കിലും വിധത്തിൽ തോക്കാനടിയുണ്ടെങ്കിൽ ആ തോക്കുന്നത് തടയാൻ വോട്ട് മാറ്റി ചെയ്യുക. ഈ കണ്ണൂർ ജില്ലയിലുണ്ട് അനുഭവം. കണ്ണൂർ ജില്ലയിൽ 2 മണ്ഡലങ്ങൾ, പേരാവൂർ മണ്ഡലം UDF തോക്കുമെന്ന് തോൽവിയുടെ വക്കത്തെത്തിയ മണ്ഡലമാണ് പേരാവൂർ മണ്ഡലം. ആ പേരാവൂർ മണ്ഡലത്തില് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ 10,000-ഓളം വോട്ട് കാണാനില്ല. ആ 10,000-ഓളം വോട്ട് നേരെ സണ്ണി ജോസഫിന്റെ പോക്കറ്റിലേക്ക് പോയിരിക്കുന്നു. സ്ട്രാറ്റജിക് വോട്ടിംഗ്.